ഹലോ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കുട്ടി കഥയായിട്ട് കേട്ടോ. എൻ്റെ വാവ ജനിക്കുന്നത് 2022 ഡിസംബർ 23-നാണ്. ആ ദിവസം തൊട്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അതൊരിക്കലും എനിക്ക് വരും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ അതെനിക്ക് വന്നു. അത് മനസ്സിലാക്കിയെടുക്കാൻ, അത് എനിക്ക് ഡിപ്രഷനാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ എനിക്ക് കുറേ നാളെടുത്തു. പുറമേ നിന്ന് നോക്കുന്നവർ എന്നെ കാണുമ്പോൾ എനിക്ക് ഡിപ്രഷൻ ഉണ്ടോ, ഇതാണോ ഡിപ്രഷൻ എന്ന് വരെ ചിന്തിക്കുമായിരുന്നു. ഞാൻ നോർമലി നടക്കുന്ന പോലെ തന്നെ നടക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു മുറിക്കകത്ത് കയറുമ്പോൾ എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത സങ്കടങ്ങളും കരച്ചിലും ഒറ്റപ്പെടലുകളും ആവശ്യമില്ലാത്ത ക്ഷീണവും, എനിക്കറിയില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. എനിക്ക് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നതും എനിക്ക് ഒന്നും പറ്റുന്നില്ലായിരുന്നു. ഞാൻ എത്രയോ രാത്രികൾ വെറുതെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ വേദനകൾ മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്ന രാത്രികൾ, അതോർത്ത് കരയുക, ഇത് തന്നെയായിരുന്നു എൻ്റെ ഒരു കുറേ കാലയളവിലുള്ള ജീവിതം. അങ്ങനെ 2023 ന്യൂ ഇയർ ഈവിന് ഞാനൊരു തീരുമാനം എടുത്തു. ഇനി ഞാൻ എന്നെ പ്രയോറിറ്റൈസ് ചെയ്യും, എനിക്ക് വേണ്ടി ജീവിക്കും. പിന്നെ ഈ ഒരു അസുഖം, ഈ ഒരു ഡിപ്രഷൻ എനിക്ക് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ആരൊക്കെ എൻ്റെ കൂടെയുണ്ട്, ആരൊക്കെ എന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്നെ തന്നെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്ന്. അന്ന് മുതൽ ഞാൻ എന്നെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് വേണ്ട കാര്യങ്ങൾക്ക് ഞാൻ സമയവും എഫേർട്ടും മണിയും സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതിനുശേഷം സെൽഫ് ലവിൻ്റെ ഒരു മാസ്മരിക ലോകം, അല്ലെങ്കിൽ അതിനെപ്പറ്റി എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ഒരു സ്നേഹമാണ് അന്നോട്ട്. അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം ഓവർകം ചെയ്ത് ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത്. എൻ്റെ ജേണി അത്ര ഈസി ഒന്നും അല്ലായിരുന്നു കേട്ടോ. ഈ പറഞ്ഞു പോകുന്ന പോലൊന്നും അല്ല. ഓരോ സ്റ്റെപ്പും ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് എടുത്തത്. അപ്പം